മുദ്രയിടുക, പുട്ട് ദ സീൽ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ മുദ്രയിട്ടില്ല എങ്കിൽ നമ്മളുണ്ടാക്കുന്ന മുഴുവൻ നമ്മുടെ മക്കൾ നശിച്ചു പോകുന്നു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഫലം അനുഭവിക്കാൻ ഒക്കുന്നില്ല. മുദ്രയിടുക, മുദ്രയിടേണ്ട ആവശ്യം. മുദ്ര എന്തിനാണ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, ഏതൊരു കാര്യത്തിനും മുദ്രയിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു സെക്യൂരിറ്റി ഉണ്ട്. സാധാരണ റോമൻ സാമ്രാജ്യങ്ങളിൽ പണ്ട് നമ്മൾ വായിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ, രാജാവ് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിന് മുദ്രയിടും. നമ്മൾ കർത്താവിൻ്റെ ശവകുടീരത്തിൻ്റെ, അതായത് കർത്താവിൻ്റെ ശവക്കല്ലറയുടെ പുറത്ത് പോലും ഒരു വലിയ കല്ലെടുത്ത് വെച്ച് അതിൽ മുദ്രയിടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മുദ്രയിടുന്നതിന് വലിയ പ്രസക്തിയാണ്, അത് ഒരു അതോറിറ്റിയാണ്. ആ മുദ്രയിട്ട കാര്യം പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം അന്ന് നമ്മൾ വേദപുസ്തകത്തിൽ മുദ്രയിട്ടതിനെക്കുറിച്ച് പലയിടത്ത് വായിക്കുന്ന നമുക്ക് കാണാം. പണ്ട് ആദ്യകാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ജനസിസ്, ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെ മുദ്രയിടുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പ്രായമുള്ള അപ്പനും വല്യപ്പച്ചനും വല്യമ്മച്ചിമാരും ഉള്ള ഭവനങ്ങളിൽ കൊച്ചുമക്കളെ കിട്ടിയാൽ ഉടനെ അവർ നെറ്റിക്കിങ്ങനെ കുരിശ് വരയ്ക്കും, അല്ലാത്തൊരു കതലെ കൈവച്ച് പ്രാർത്ഥിക്കും. അതും ഒരു മുദ്രയിടിയിലാണ്. നമ്മൾ മുദ്രയിടുന്നതിന് ദൈവസന്നിധിയിൽ വളരെ പ്രസക്തിയുണ്ട്. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് മുദ്രയിടുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഉൽപ്പത്തിയിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ കാണുന്നതായിട്ട്. 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഇതാണ്. 4:15 ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു, ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്ന് അലയുവാൻ അനന്യനാകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു യഹോവ അവനോട്. അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരടയാളം വെച്ചു. അപ്പം മുദ്രയിടുക എന്ന് പറയുമ്പം ഒരടയാളം ഇട്ട് കൊടുക്കുകയാണ്. കയീനെ ആര് കണ്ടാലും അവനെ കൊല്ലാൻ അവകാശമില്ല. ഇതെന്താണ് സംഭവം? ആദത്തിൻ്റെ ഹവ്വായുടെ ആദ്യ മക്കളാകുന്ന കയീനെ ആബേലിൻ്റെയും കാര്യമാണ് നമ്മൾ പറയുന്നത്. ആദ്യകാലങ്ങളിൽ ദൈവം മനുഷ്യൻ പാപം ചെയ്ത് പറുദീസ നഷ്ടപ്പെട്ട കാലമാണെന്ന് ഓർക്കണം. ആദ്യം ഉണ്ടായ മക്കളാണ് കയീൻ ആൻഡ് ആബേൽ. കയീനും ആബേലിനും ആദം പല പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് കാണും, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ നേരത്തെ രക്തം ചൊരിഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം നമ്മൾ പാപം ചെയ്തതിനാൽ ആദ്യത്തെ രക്തം ചൊരിച്ചിൽ ഏദൻ തോട്ടത്തിലാണ് നടന്നത്. ഇവർ നഗ്നരായപ്പോൾ ഇവരെ വസ്ത്രം ഉടുപ്പിക്കാൻ വേണ്ടി ആടിനെ കൊന്നിട്ട് ആടിൻ്റെ തോലുടുപ്പിച്ചിട്ടാണ് ഇവരെ പുറത്തു വിടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നു. അപ്പം നമ്മൾ ആദ്യത്തിനറിയാം രക്തം ചൊരിഞ്ഞിട്ടല്ല, രക്തം ചൊരിയാൻ ദൈവം ഉദ്ദേശിച്ചില്ല, നമ്മുടെ പാപം കൊണ്ട്. അപ്പോൾ രക്തത്തിലാണ് ജീവൻ. അങ്ങനെ ആദം പറഞ്ഞതുകൊണ്ടായിരിക്കണം ആബേല് നല്ലതായിട്ട് അവൻ്റെ മൃഗങ്ങളിൽ ആട്ടുകൊറ്റന് ഏറ്റവും നല്ല ഒരെണ്ണത്തിനെ കൊണ്ട് ദൈവത്തിന് പ്രസാദമായിട്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് കൊടുത്ത് യാഗം കൊടുത്ത് അതിൽ ദൈവത്തിന് സന്തോഷമായി. എന്നാൽ കയീന് വെജിറ്റബിൾ, അതായത് പച്ചക്കറികൾ, അവൻ കൃഷിക്കാരനായിരുന്നു, കൃഷി സാധനം കൊണ്ട് കൊടുത്തു. ദൈവം അവൻ്റെ യാഗവസ്തുവിൽ പ്രീതി തോന്നിയില്ല. അപ്പം കയീന് ദേഷ്യം വന്നപ്പം കയീൻ ഈ ആബേലിനെ വിളിച്ചുകൊണ്ട് പോയി വയലിൽ കൊണ്ടുപോയി അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. അവനെ കൊല്ലുമ്പം അവൻ്റെ രക്തം സംസാരിക്കുന്നു എന്ന്. നിൻ്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരൻ്റെ നോക്കുന്ന ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് കാവൽക്കാരനാണോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. അതോടുകൂടി ഇവന്മേൽ ശാപം വീഴുന്നുണ്ട്. അയ്യോ എനിക്ക് ഈ ശാപം വഹിക്കാൻ വയ്യാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ദൈവം കരുണ തോന്നിയിട്ട്. അതാണ് നമ്മൾ ദൈവത്തോടൊരു കാര്യം, ഈ പണിഷ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ ഒക്കും. അതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം. നമുക്കൊക്കെ ദേഷ്യം വരുമ്പോൾ നമ്മളൊന്നും കേൾക്കൂല ആ ടൈമിൽ, ഇല്ല. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ തലയ്ക്ക് ബോധം വരുന്നത്. ഇവിടെ കയീനെ ദൈവം ശിക്ഷിക്കുന്ന സമയത്ത് പോലും കയീൻ തിരിച്ചങ്ങോട്ട് ചോദിക്കും, അയ്യോ ഇത് എനിക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞപ്പം, ഇല്ല ഞാൻ നിൻ്റെ മേലൊരു ചിഹ്നം ഇടുകയാണ്, ഒരു അടയാളം ഇടുകയാണ്, നിന്നെ ആരും തൊടത്തില്ല. അപ്പം നമ്മൾ നല്ലതോ തിന്മയുള്ളവരോ എന്നല്ല ഇവിടെ ക്വസ്റ്റ്യൻ. നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത മക്കളാണെങ്കിൽ, ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ, അല്പകാലത്തേക്ക് നീ മാറി നിന്നാൽ പോലും
അവൻ്റെ പ്രൊട്ടക്ഷൻ മാറാതെ നമ്മുടെ മേൽ നിൽക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ അടയാളല്ലേ ചിഹ്നമുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ചിഹ്നത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്ന പുറപ്പാടിലാണ്. പുറപ്പാടിൽ ഇസ്രായേൽ ജനത മിസ്രയീമിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്ത് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയെന്ന് പറയുന്നു. അടിമത്വത്തിൽ ഏകദേശം 430 കൊല്ലം അടിമത്വത്തിലിരുന്നതായ ജനതയെ അവർ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന മറന്നുപോയവരെ തിരിച്ചു കൊണ്ടുവന്ന് കനാൻ ദേശം കൊടുക്കാൻ പോവുകയാണ്. ദൈവം നിയോഗിച്ച കനാൻ ദേശം കൊടുക്കാൻ തിരിച്ചു വരുമ്പം ഇവർക്ക് ഒരു ബോധമില്ല ഇവരെന്താന്ന്. പക്ഷേ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം തമ്പുരാൻ പറയുകയാണ്, ഞാൻ ഫറോൻ്റെ അടുക്കൽ 10 അതിശയങ്ങൾ ചെയ്യും. 10ാമത്തേതിൽ ഞാൻ നിൻ്റെ ആദിജാതൻ, അതായത് മിസ്രയീമ്യരുടെ ആദ്യജാതൻ മരിച്ചു. എന്നാൽ എൻ്റെ ജനതയുടെ ആദ്യജാതന്മാർ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റിപ്പുലേഷൻ, ഞാനൊരു റൂള് പറയുന്നു, നിയമം പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ ആടിനെ എടുത്ത് ഓരോ ഭവനത്തിലേക്കും അവരവരുടെ അളവനുസരിച്ച് എടുത്തിട്ട് ഈ ആട്ടുകൊറ്റൻ്റെ രക്തം എടുത്തിട്ട് ഉമ്മരപ്പടിയിലും കട്ടിലപ്പടി ഡോറിൻ്റെ 2 സൈഡിലും മുകളിലുമായിട്ട് രക്തം മുദ്രയിടണം. അപ്പോൾ രക്തത്തിൻ്റെ അടയാളം മുദ്രയാണ് ഇവിടെ. രക്തത്തിൻ്റെ അടയാളം അല്ലെങ്കിൽ മുദ്ര വീഴുമ്പോൾ ഈ മുദ്ര കണ്ടു കഴിഞ്ഞാൽ സംഹാരദൂതൻ അതിനകത്ത് ആ വീട്ടിൽ കയറത്തില്ല. അപ്പം ഈ സംഹാരദൂതൻ അകത്ത് ആരാണ് താമസിക്കുന്നത്, അവൻ നല്ലവനാണോ അവൻ ചീത്തയാണോ എന്ന് അവൻ നോക്കുന്നില്ല. സംഹാരദൂതൻ നോക്കുന്നത് ഈ രക്തത്തിൻ്റെ ചിഹ്നമുണ്ടോ നമ്മുടെ നെറ്റിക്ക്, നമ്മുടെ മക്കളുടെ മേലെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാര്യ ഈ ചിഹ്നമുണ്ടോ, ചിഹ്നമിടാൻ അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയുകയാണ് പുതിയ നിയമത്തിൽ എത്രയോ എളുപ്പമാക്കിയത്. പഴയ നിയമത്തിൽ എത്രയോ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു ചിഹ്നമിടുക എന്ന് പറയുന്നതിന് മുമ്പ് ഈ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നതിന് വളരെ പ്രധാനമായ സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നതിന് നമ്മൾ കാണുന്നുണ്ട്. ലേവ്യ പുസ്തകം 8:22 അധ്യായത്തിനകത്താണ് ഇത് പറയുന്നത്. മോസസ് പുട്ടിങ് ദ ബ്ലഡ് ഓൺ എയറൻസ്, അഹറോൻ്റെ വലത് ചെവിയിലും അവൻ്റെ തമ്പിലും അതുപോലെ കാലിൻ്റെ ബിക്ടോയിലും നമ്മുടെ തള്ളവിരലിലും നമ്മുടെ കാലിൻ്റെ തള്ളവിരലിലും അത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മൃഗത്തിന് ആടിൻ്റെ രക്തമെടുത്തിട്ട് അവൻ്റെ ചെവി 3 സ്ഥലത്ത് ഇങ്ങനെ മോശ അഭിഷേകം ചെയ്ത് പുരട്ടുന്നത് കാണാം. എന്തിനാണ് പറ്റുന്നത്? ദൈവം നിയോഗിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് കോൺസിക്രേഷൻ ഓർ സെറ്റിംഗ് എ പാർട്ട്. മുദ്രയിട്ടില്ലേലെന്താ? മുദ്രയിടണമെന്ന് ദൈവമാണ് പറഞ്ഞതെങ്കിൽ മുദ്രയിടാതിരിക്കാനൊക്കത്തില്ല. അതാണ് അവരനുസരിക്കുമായിരുന്നു. ഇന്ന് കാലങ്ങളിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു മനസ്സാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാൻ, ദൈവത്തോട് തിരിച്ചു ചോദിക്കുന്നതിലല്ല പ്രസക്തി, ദൈവത്തെ അനുസരിക്കുക. പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇത് മനസ്സിലാകും. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 6:9 പറയുന്നത്, എൻ്റെ നിയമങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണം. ആവർത്തന പുസ്തകം 6:9. ദൈവം തമ്പുരാൻ തരുന്ന നിയമങ്ങളെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും അത് നമ്മൾ ചെയ്തെടുക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്, ഇത് ആവർത്തന പുസ്തകം 6 ഇങ്ങനെയാണ് വായിക്കുന്നത്. എല്ലാം നല്ല ഭാഗങ്ങളാണ്. 6:9 ഞാൻ വായിക്കുന്നു. ഇതിൻ്റെ വചനങ്ങളാണ്. നിൻ്റെ വചനങ്ങൾ നീ വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. അവയെ അടയാളമായി നിൻ്റെ കൈമേൽ വെക്കണം. അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അവയെ നിൻ്റെ വീടിൻ്റെ കട്ടിലകളിന്മേലും പടിവാതിലുകളിന്മേൽ എഴുതണം. കണ്ടോ, ദൈവം പറയുകയാണ്. ദൈവം പറയുന്നു എൻ്റെ വചനം എഴുതണമെന്ന്. അത് മേളിൽ 6-ാം അധ്യായത്ത് വായിക്കുമ്പോൾ അറിയാം. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സേവിക്കണം. ഇതൊക്കെ കൽപ്പന. എന്നിട്ട് പിന്നെ അനുഗ്രഹങ്ങളാണ്. അതായത് നീ നിറയ്ക്കാത്ത സകല സമ്പത്ത്, വിറഞ്ഞ വീട്, കുഴിക്കാത്ത കിണറ്, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം, ഒലിവ് തോട്ടം, ഇതൊക്കെ ഞാൻ നിനക്ക് തന്ന് നിനക്ക് തൃപ്തി വരും. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ദൈവത്തെക്കുറിച്ച് അനുഭവിക്കുന്ന വ്യക്തികൾ ദൈവം ചെയ്യുന്ന നന്മകളിൽ സത്യം ചെയ്ത് അത് നന്മയാണെന്ന് പറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ദൈവ നിയമങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് തന്നിരിക്കുന്നത് ദൈവം അത് അനുസരിക്കാൻ വേണ്ടി. എന്തിന്? എൻ്റെയും നിങ്ങളുടെയും
പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് മുദ്രയിടാൻ എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ അഹറോന് വേണ്ടി അത് പുരോഹിതന്മാരെ കോൺസെക്രേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്യുന്നതിന് ആദ്യമേ ഒരു കാളയെ അതിനെ കൊന്നിട്ട് അതിൻ്റെ രക്തവും എടുത്തിട്ട് അതിൻ്റെ കാളയെ മുഴുവനുമായിട്ട് അതിന് അതായത് പാപയാഗമായിട്ട് ദഹിപ്പിച്ച് കളയാണ്. പിന്നെ ദഹനയാഗം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ആടുകളെയാണ് ഉപയോഗിക്കുന്നത്. ആ ആടുകളിന്മേൽ പുരോഹിതൻ്റെ പാപങ്ങളെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ്റെ പാപം ആടുകളിന്മേൽ വീഴുന്നു. പിന്നെ ആടിനെ കൊന്നിട്ട് അതിനെയും കത്തിച്ച് കളയാണ്. മൂന്നാമത്തെ ആട് അതായത് 2 ആടുകളും 1 കാളയും. മൂന്നാമത്തെ ആടിൻ്റെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം അത് മനുഷ്യർക്ക് എല്ലാവരും അതിൻ്റെ രക്തം എടുത്തുകൊണ്ടാണ് ഈ ചെവിയുടെ പുറത്തും കയ്യിലും കാലയിലും പുരട്ടുന്നതെന്ന് ഓർക്കണം. എന്തിനാ? കോൺസെക്രേറ്റിംഗ്, സെറ്റിംഗ് അപ്പാർട്ട്. നമ്മളെ ദൈവത്തിന് വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്ത മക്കളാണ്. അത് നമ്മൾ അറിയണം. എന്താണ് പഴയ നിയമത്തിൻ്റെ ആവശ്യം? പഴയ നിയമം നിഴലാണ്. അത് പുതിയ നിയമത്തിൻ്റെ നിഴൽ. അതായത് പുതിയ നിയമത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ജഡീക തലത്തിൽ കാണിച്ചു തന്നിരിക്കുകയാണിത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ആത്മീയ തലമാണ് ജഡീക തലത്തെ ഭരിക്കുന്നത്. അതിനോ നമ്മളെക്കാട്ടിൽ ഈ കിരാത ജാതികൾക്കറിയാം. അവർക്ക് അവരുടെ അന്യദേവന്മാരെ വിളിച്ചിട്ട് അവരവരുടെ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ വളരെ ലൂക്കുവമായി മാറിയിരിക്കുകയാണ്. വി നീഡ് ടു പ്രൊട്ടക്റ്റ് ദ ഫാമിലീസ്, വി നീഡ് ടു പ്രൊട്ടക്റ്റ് അവേഴ്സെൽസ്. നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവാത്മാ പറയണം മുദ്രയിടുക, എൻ്റെ മുദ്രയിടുക. അതിനെക്കുറിച്ച് അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, മുദ്രയിടാൻ നീയാണ് പറയുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി 4-ാം അധ്യായം തൊട്ട് വെളിപ്പാട് വരെ മുദ്രയിടുന്നതിനെക്കുറിച്ച് നീ പറയുന്നുണ്ട്. മുദ്രയിടുക എന്നുള്ളത് ദൈവത്തിനും സ്വർഗസന്നിധിയിൽ വളരെ വിലപ്പെട്ടതാണ്. എങ്കിൽ ഭൂമിയിലുള്ള ഞങ്ങളത് ചെറുതായിട്ട് കാണാതെ നീ മുദ്രയിടെന്ന് പറയുമ്പോൾ മുദ്രയിടാനുള്ള കൃപ അത് വിനയത്തോടെ ഏറ്റെടുക്കാനും കോൺസിക്രേറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി സെറ്റപ്പാർട്ട് ചെയ്യുമ്പം ദൈവത്തിന് വേണ്ടി വിശുദ്ധമായി ജീവിപ്പാനും ദൈവം പറയുന്ന കൽപ്പനകൾ നമുക്ക് കഠിനമല്ല, അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കി അതനുസരിക്കാനുള്ള ആത്മാവിനെ ഇട്ട് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മുദ്ര ചെയ്ത് കഴിഞ്ഞാൽ സംഹാരദൂതൻ, ദുരാത്മാവ്, ദുഷ്ടൻ നമ്മുടെ അടുക്കൽ പോലും വരത്തില്ല. കർത്താവ് 770 കിലോമീറ്റർ, 700 കിലോമീറ്റർ എത്ര വ്യാപ്തി നമ്മൾ പറയുന്നു, അത്രമേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കണമേ. ഒരു ദുഷ്ടൻ അതിനകത്ത് കയറാതിരിക്കാൻ നമ്മളും നമ്മുടെ മക്കൾ, ഭർത്താക്കന്മാർ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഭാര്യമാർ, സഹോദരി ഒക്കെയിലെടുത്ത് 770 കിലോമീറ്ററോളം നിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്, നിൻ്റെ ഒരു വലയം വെച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഓടി വന്നതിന് സ്തോത്രം. ഉത്തരം തരുന്ന ദൈവം നീയാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.